ബൽഖ സാമ്രാജ്യത്തിൻ്റെ അധിപനായ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോകാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ ആ പരീക്ഷണങ്ങളെല്ലാം അതിജയിച്ചുകൊണ്ട് അതിലെല്ലാം വിജയം വരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവുകയുണ്ടായി. പല പരീക്ഷണങ്ങളും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാത്തൊരു പരീക്ഷണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്താണ് അധികം കരുത്തനിലെ ഇടിമീനുക്കത്തിലൊരു റജുൽ താനടുത്ത് ചൊടിയാൽ അവർ കഞ്ചകം ചികമേ മഹമൊഞ്ച് തഞ്ചമതും കനിതഞ്ചി നെഞ്ചി തടിയാ പതിതൻ്റെ മുമ്പതിയിൽ നിലനിൻ്റെ ബമ്പുടയെ അവരിൽ ഇശമ്പി പുരുഷ ബരവന്തതിത്തലമിൽ എനയിന്തേ സത്തിറമിൽ അണനത്ത് പാർപ്പനരശ. പെട്ടെന്ന് തന്നെ ഇടിമിന്നൽ വേഗതയിൽ ഒരാൾ കയറി വന്ന് മഹാനായ ഇബ്രാഹിം തങ്ങൾ തന്നെ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്ത് എന്താ ഇവിടെ ഇരിക്കണോ ചോദിച്ചു. എന്ത്? രാജാവിനോടാണ് ചോദ്യം. ഇത് എൻ്റെ കൊട്ടാരമാണ്, എൻ്റെ കൊട്ടാരത്തിലിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ നീ ആരാണടാ? നിൻ്റെ കൊട്ടാരമോ? നിൻ്റെ കൊട്ടാരമാണെങ്കിൽ നീ ഇവിടെ രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു ഇവിടെ? പേരെന്ത് കേട്ടപ്പോൾ വന്നോറു ചോടുന്നു രാശാനീ ബിണ്ടയാ കൂട്ടക്കാരിയെങ്കയാം പേശുനീ. അപ്പം എൻ്റെ വാപ്പിരുന്നു, എൻ്റെ വല്യപ്പ, അവരുടെ വല്യപ്പ അങ്ങനെ പറഞ്ഞു പോയി ഇബ്രാഹിം തങ്ങൾ. എന്നിട്ട് ഓലൊക്കെ എടുത്തു എന്ന് ചോദിച്ചു വന്ന ആൾ. ഓലൊക്കെ മരണപ്പെട്ടു പോയി. എന്നാൽ അതേപോലെ ഇജ്ജും പോവും. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ല, ഇത് സാധാരണക്കാർ എപ്പോഴും ജീവിക്കാൻ പറ്റുന്നൊരു ലോകമല്ല. ബീഡറുകൾ കൊല്ലും മാരീത്ത വാക്ക് ചെവിത്തീട്ടേ ബീഡല്ലാതാറൂപാത്തം വാക്ക് ചെവിക്കീട്ടേ ഓരോരേ കൂട്ടർ വാരുന്നു മറ്റുള്ളവർ പോകും നേ ഒക്കെയും ഹക്കവൻ വേണ്ട വെത്തേ പോലാകും നേ. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇത് എന്നെന്നും ജീവിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഇത് ഒരു വഴിയമ്പലമാണ്. ഇത് വഴിപോക്കന്മാർക്ക് വിശ്രമിക്കാനുള്ളൊരു വഴിയമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കയറി വന്നു. നിൻ്റെ മുമ്പുള്ള ആളുകളൊക്കെ എവിടെ എന്ന് ചോദിച്ച് എല്ലാം ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ കൂട്ടർ വരുന്നു, മറ്റുള്ളവർ പോകുന്നു. അങ്ങനെ പല ആളുകളും ഈ കൊട്ടാരത്തിൽ കയറി ഇറങ്ങും. ഒക്കെയും ഹക്കവൻ വേണ്ടുവെത്ത പോലെ ആകുന്നു. അപ്പോൾ ഇത് വഴിപോക്കന്മാർക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് ഞാനിവിടെ കയറി വന്നു എന്ന് മഹാനായ ഇബ്രാഹിം തങ്ങളോട് പറഞ്ഞപ്പോൾ അതും മഹാനായ ഇബ്രാഹിമിനും അതും തങ്ങളുടെ മനസ്സിനെ വല്ലാതെ കയറി മുറിച്ചു. അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ അവിടെ വ്യസനത്താൽ അങ്ങനെ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് മറ്റൊരു അത്ഭുത സംഭവം. എന്ത്? അടുത്ത എപ്പിസോഡിൽ.